തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്ത് ലാസയിലെ മാർപോരി കുന്നിനു മുകളിലെ പൊട്ടാല പാലസ്. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ കേന്ദ്രവും ചരിത്രപ്രസിദ്ധവുമായ കൊട്ടാരമുറ്റത്ത് പതിനായിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. മഞ്ഞുമൂടിയ ഹിമാലയ സാനുക്കളിൽ ബുദ്ധസന്യാസിമാരുടെ ഓം മണി പത്മേഹം മന്ത്രോച്ചാരണം കേൾക്കുന്നില്ല. പകരം ചുവന്ന കാർപ്പറ്റ് വിരിച്ച വിശാലമായ വേദിക്ക് വശം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്, പതാക വീശുന്നുണ്ട്. PLA സൈനികർ റൈഫിളുകളേന്തി മാർച്ച് ചെയ്യുന്നുണ്ട്. ഒപ്പം വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ടിബറ്റൻ ജനതയുടെ പരമ്പരാഗത നൃത്തച്ചുവടുകളും. സമുദ്രനിരപ്പിൽ നിന്ന് 12,000 അടി ഉയരത്തിലുള്ള ആ പർവ്വതനിരയിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെ 72-കാരനായ ഷീ ജിൻപിങ് നടന്നെടുത്തു. വിശാല ചൈന എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കൊടുമുടിയിൽ അധികാര ഹുങ്കിൽ അയാൾ അങ്ങനെ നിന്നു. സ്വന്തം മണ്ണിനെ കോളനിയാക്കുന്നതും ആശ്രമങ്ങളെ മ്യൂസിയങ്ങളാക്കുന്നതും തങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തെ വെറും പ്രൊപ്പഗണ്ടയാക്കുന്നതും കണ്ട് പതിറ്റാണ്ടുകളായി നിസ്സഹായത പേറുന്ന ഒരു പറ്റം മനുഷ്യരായിരുന്നു അയാൾക്ക് മുന്നിൽ. മേഖലയിലെ ഭരണമികവ് ഷീ എണ്ണി പറയുമ്പോൾ ചൈനയുടെ കാൽക്കീഴിലായ പാരതന്ത്ര്യത്തിന്റെ 60 വർഷങ്ങളാണ് ടിബറ്റൻ ജനതയ്ക്ക് ഓർക്കാനുള്ളത്. ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളുടെ ദീർഘകാല ആശങ്കകൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് 14-ാം ദലൈലാമയുടെ പ്രഖ്യാപനം വന്നത് ചൈനീസ് ഭരണകൂടത്തെ വല്ലാതങ്ങ് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഏക ചൈന നയം ഉയർത്തിപ്പിടിച്ച് ഭരണ സംവിധാനം ഉപയോഗിച്ച് ഒരു ദലൈലാമയെ തിരഞ്ഞെടുക്കാൻ ചൈന കോപ്പുകൂട്ടുമ്പോഴാണ് ഇടപെടേണ്ടെന്ന് ദലൈലാമ കോലൊടിച്ചിട്ടത്. പുനർജന്മമായി കണ്ടെത്തിയ പഞ്ചൻ ലാമയെ തട്ടിക്കൊണ്ടുപോയി സ്വന്തമായൊരു പഞ്ചൻ ലാമയെ നിയമിച്ച ചൈനീസ് മാതൃക മുന്നിൽ നിൽക്കെ ടിബറ്റിന് ഇനി 2 ദലൈലാമമാർ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഇതോടെ ഉയർന്നു. അതിനിടയിലാണ് ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തിന്റെ 60-ാം വാർഷികം എന്ന പേരിൽ ചൈനയുടെ ചില പ്രഹസനങ്ങൾ. 2021 ശേഷം ലാസയിലേക്ക് ഷീ ജിൻപിങ് അത്യപൂർവമായ ഒരു യാത്ര വീണ്ടും നടത്തിയത് ടിബറ്റൻ ജനതയ്ക്ക് മേൽ ചൈനയുടെ ആ പരമാധികാരം ഊട്ടിയുറപ്പിക്കാൻ തന്നെയാണ്. ടിബറ്റൻ ജനതയെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിലൂന്നിയായിരുന്നു ഷീയുടെ പ്രസംഗം. ടിബറ്റിന്റെ ഭരണത്തിനും വികസനത്തിനും രാഷ്ട്രീയ സ്ഥിരത, സാമൂഹിക സ്ഥിരത, വംശീയ ഐക്യം, മതസൗഹാർദ്ദം എന്നിവ നിലനിർത്തുകയാണ് ആദ്യം വേണ്ടതെന്നാണ് ഷീ പറയുന്നത്. മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും സോഷ്യലിസ്റ്റ് സമൂഹവുമായി പൊരുത്തപ്പെടാൻ ടിബറ്റൻ ബുദ്ധമതത്തെ നയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വിഘടനവാദത്തിനെതിരായ സമഗ്ര പോരാട്ടത്തിന് ടിബറ്റൻ പ്രാദേശിക സർക്കാരിനെ ഷീ ജിൻപിങ് പ്രശംസിക്കുകയും ചെയ്തു. മാത്രമല്ല, ടിബറ്റൻ ജനതയെ ചൈനീസ് ഭാഷ, സംസ്കാരം, മൂല്യങ്ങൾ എന്നിവയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചില നയങ്ങളും ഷീ മുന്നോട്ട് വെക്കുന്നുണ്ട്. ടിബറ്റൻ കുട്ടികളെ ചൈനീസ് ഭാഷയിൽ മാത്രം പഠിപ്പിക്കുന്ന ബോർഡിംഗ് സ്കൂളുകളിലേക്ക് അയക്കുന്നത് അടക്കമാണ് ഈ നയങ്ങളിൽ പെടുന്നത്. ചൈനയ്ക്ക് ഇതുവരെ ടിബറ്റൻ ജനതയിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതിന്റെ സൂചനയാണ് ഷീയുടെ ടിബറ്റ് സന്ദർശനമെന്നാണ് ഇന്ത്യയിൽ ദലൈലാമയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രവാസ സർക്കാർ പ്രതിനിധികൾ പ്രതികരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പിൻഗാമി വരുമെന്ന് ദലൈലാമ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ടിബറ്റിലെ ചൈനീസ് അധിനിവേശം നിയമവിധേയമാക്കാനുള്ള നീക്കമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ടിബറ്റൻ ജനതയെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ടിബറ്റ് സ്വയംഭരണ പ്രദേശം സൃഷ്ടിച്ചതിന്റെ വാർഷികം ആഘോഷിക്കാനുള്ളതല്ല, മറിച്ച് ചൈനയുടെ കൊളോണിയൽ അധിനിവേശത്തിന്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് ടിബറ്റ് ആക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏഷ്യ പ്രോഗ്രാം മാനേജറും ടിബറ്റിന്റെ നാടുകടത്തപ്പെട്ട പാർലമെന്റ് അംഗവുമായ ഡോർജി സെറ്റൻ പറയുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ടിബറ്റ്. ബീജിംഗ് അടിച്ചേൽപ്പിക്കുന്ന പദ്ധതികൾ ടിബറ്റൻ ജനത ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എങ്ങനെയാണ് ടിബറ്റ് ചൈനയുടെ ഭാഗമായത്? എന്തിനാണ് സർവാധിപത്യം സ്ഥാപിക്കാൻ ചൈന ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ടിബറ്റും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക്. AD 7-ാം നൂറ്റാണ്ടിലാണ് ടിബറ്റിൽ ബുദ്ധിസം പ്രചാരത്തിൽ വരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ദലൈലാമയുടെ വാഴ്ച ആരംഭിച്ചു. ഓരോ ദലൈലാമയും മുമ്പത്തെ ലാമയുടെ പുനർജന്മമായാണ് കരുതി വരുന്നത്. ഒരു ദലൈലാമയുടെ കാലശേഷം പിൻഗാമി സ്ഥാനാരോഹണം നടത്തും വരെ ടിബറ്റിന്റെ ഭരണം ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിരുന്ന ആംബനുകളുടെയും റീജന്റുമാരുടെയും കൈകളിലായിരുന്നു. 1895-ൽ ചുമതലയേറ്റ 13-ാം ദലൈലാമ ചൈനീസ് സാമ്രാജ്യത്തിനും ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ടിബറ്റിന്റെ നയതന്ത്ര പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചപ്പോൾ ഈ നടപടികൾ ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. 1910-ലാണ് ചൈന ടിബറ്റിനെ കീഴടക്കുന്നത്. 1912-ൽ 13-ാമത് ദലൈലാമ ചൈനീസ് പട്ടാളത്തെ ടിബറ്റിൽ നിന്ന് പുറത്താക്കി ടിബറ്റിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നാൽ അത് ചൈന അംഗീകരിക്കാൻ തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി.
വിശാല ചൈനയ്ക്കായി ടിബറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആധിപത്യമുറപ്പിക്കാൻ മാവോ സേതുങ് പദ്ധതിയിട്ടു. സാംസ്കാരിക സമാനതകളുള്ള ഇന്ത്യയും ടിബറ്റും അടുപ്പം വെച്ചു പുലർത്തുന്നതും ചൈനയുടെ ഉറക്കം കെടുത്തിയിരുന്നു. 1950ഓടെയാണ് ചൈനീസ് പട്ടാളം ടിബറ്റൻ പോസ്റ്റിൽ റെയ്ഡ് നടത്തുന്നത്. തുടർന്ന് 10,000-കണക്കിന് സൈനികർ അതിർത്തിയിൽ പ്രവേശിച്ചു. 13ാം ദലൈലാമയുടെ മരണശേഷം പിൻഗാമിയായി ലാമു തോണ്ടുപ് എന്ന കുട്ടിയെ കണ്ടെത്തിയിരുന്നെങ്കിലും അതുവരെ വാഴിക്കൽ ചടങ്ങുകൾ നടന്നിരുന്നില്ല. എന്നാൽ ചൈനീസ് പട്ടാളം ടിബറ്റൻ തലസ്ഥാനമായ ലാസ കീഴടക്കിയേക്കുമെന്ന ഭയത്തിൽ പരിശീലനത്തിലായിരുന്ന ലാമു തോണ്ടുപിനെ 14ാം ദലൈലാമയായി അവരോധിക്കുകയാണുണ്ടായത്. മേഖലയിൽ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള കരുനീക്കങ്ങളായിരുന്നു ഇക്കാലയളവിൽ ചൈന നടത്തിയത്. തുടർന്ന് സന്ധി സംഭാഷണത്തിനെന്ന പേരിൽ ടിബറ്റൻ പ്രതിനിധികളെ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തി ചൈനയുടെ പരമാധികാരത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശം മാത്രമായിരിക്കും ടിബറ്റ് എന്ന് അംഗീകരിക്കുന്ന കരാറിൽ ഒപ്പുവെപ്പിച്ചു. ചൈനയ്ക്ക് അനുകൂലമായ വ്യവസ്ഥകളായിരുന്നു കരാറിൽ എഴുതി ചേർത്തത്. അതുപ്രകാരം ടിബറ്റിൽ ചൈന സൈനിക താവളം നിർമ്മിച്ചു. ടിബറ്റൻ ജനതയുടെ മത സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനുമേൽ കൈകടത്തി പടിപടിയായി എല്ലാം കൈയാളാനുള്ള നീക്കമായിരുന്നു നടന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടവുമായി ടിബറ്റൻ ജനതയും രംഗത്തുണ്ടായിരുന്നു. ദലൈലാമയുടെ നേതൃത്വത്തിൽ മാവോ സേതുങ്ങുമായി കൂടിക്കാഴ്ചകൾ നടന്നെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ ചൈനീസ് വിരുദ്ധ വികാരം ആളിക്കത്തി. പ്രക്ഷോഭങ്ങൾ അണപൊട്ടി. പക്ഷേ സൈനിക ബലം പ്രയോഗിച്ച് ചൈന അവയെല്ലാം തച്ചുകെടുത്തി. ഒടുക്കം ലാസയും അവരുടെ കൈപ്പിടിയിലായി. ചൈനീസ് പട്ടാളം തന്നെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് മനസ്സിലാക്കിയ ദലൈലാമ രായ്ക്ക് രാമാനം ഇന്ത്യയിലേക്ക് കടക്കുകയാണുണ്ടായത്. ഹിമാലയ സാനുക്കളിലൂടെ കാൽനടയായി 24-കാരനായ ദലൈലാമയും കൂട്ടരും നടത്തിയ ആ പലായനം ചരിത്രമാണ്. സൈനിക വേഷത്തിൽ പൊട്ടാല കൊട്ടാരത്തിന് പുറത്തു കടന്ന ദലൈലാമ ആഴ്ചകൾ നീണ്ട യാത്രക്കൊടുവിലാണ് ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിക്കുന്നത്. ദലൈലാമയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചാണ് ഇന്ത്യ അഭയസ്ഥാനമൊരുക്കിയത്. ടിബറ്റൻ കാലാവസ്ഥയുമായി സാമ്യമുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടകിലും അവർക്ക് ഭൂമി അനുവദിച്ചു. സർക്കാർ രൂപവൽക്കരിക്കാൻ അനുവാദം നൽകി. തുടർന്ന് ചൈനീസ് അധിനിവേശത്തിനെതിരെ ടിബറ്റിന്റെ സ്വയംഭരണത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി ദലൈലാമ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിച്ചു. ഇതിനെല്ലാം ഇന്ത്യയോട് ചൈനയ്ക്ക് കണ്ണുകടിയുമുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ വരെ ഇതിന്റെ ലാഞ്ചനകൾ കാണാം. എന്നിട്ടും അഭയം തേടിയെത്തിയ ടിബറ്റൻ ജനതയുടെ സംസ്കാരവും പൈതൃകവും അതേപടി നിലനിർത്തുന്നതിൽ ഇന്ത്യ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. അതേസമയം അമേരിക്കയുടെ താരിഫ് ഭീഷണികളും മാറുന്ന ഭൗമരാഷ്ട്രീയ പശ്ചാത്തലങ്ങളും ഇന്ത്യയെ അവഗണിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്ന തിരിച്ചറിവ് ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട്. അടുത്ത കാലത്തായി ഇരു രാജ്യങ്ങളും ബന്ധം മെച്ചപ്പെടുത്തുന്നതാണ് കണ്ടത്. ദലൈലാമയുടെ പലായനത്തിന് ശേഷം ടിബറ്റിലെ ബുദ്ധവിഹാരങ്ങളും ആരാധനാലയങ്ങളും ചൈന തകർത്തു. നിരവധി പേർ തടവിലാക്കപ്പെട്ടു. ടിബറ്റ് എന്ന പേര് പോലും ചൈന അംഗീകരിക്കുന്നില്ല. ഷീസാങ് എന്നാണ് ചൈന ടിബറ്റിനെ വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ടിബറ്റൻ ലാമമാരെയും ഭരണകൂടം വളർത്തിയെടുത്തിട്ടുണ്ട്. ദലൈലാമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പഞ്ചൻ ലാമയുടെ തിരോധാനത്തിന് പിന്നാലെ ചൈന കണ്ടെത്തിയ പഞ്ചൻ ലാമ അടക്കമുള്ളവർ ഭരണകൂടത്തോട് വിധേയത്വം പുലർത്തുന്നവരാണ്. അടുത്ത ദലൈലാമ അടക്കം എല്ലാ പുനർജന്മങ്ങളും അംഗീകരിക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുമെന്നായിരുന്നു ചൈനീസ് സർക്കാർ 2007 പുറത്തിറക്കിയ ഉത്തരവ്. ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ ദലൈലാമയുടെ പിൻഗാമിയെ തിരയുന്നതും തിരിച്ചറിയുന്നതും സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നടത്തരുതെന്നായിരുന്നു ചൈന ഇതിലൂടെ വ്യക്തമാക്കിയത്. പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്ക് പകരം ഗോൾഡൻ ഏൺ എന്ന് വിളിക്കപ്പെടുന്ന നറുക്കെടുപ്പ് രീതിയാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതിന്റെ ആത്മീയ വശങ്ങൾ ചോദ്യം ചെയ്ത് ദലൈലാമ തന്നെ രംഗത്തെത്തിയിരുന്നു. ചൈനയുടെ ഗൂഢലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയ ദലൈലാമ തന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് സ്വതന്ത്ര ലോകത്ത് ജനിക്കുമെന്നാണ് സൂചന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് ടിബറ്റൻ ജനതയുടെ നിലനിൽപ്പിന് മാത്രമല്ല, തെക്ക് കിഴക്കൻ ഏഷ്യയിലും നിർണായക സ്വാധീനമാകും.